അവൾക്ക് നല്ലൊരാളെ നമ്മൾ കണ്ടെത്തും. നിങ്ങളോട് വരാൻ പറഞ്ഞത് ജോർജ് കുട്ടിയോട് ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനാ. അഞ്ജു അനുവും ഇപ്പൊ ലോകത്തിലെ ഏത് മക്കളും സ്വന്തം അച്ഛനെ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവരുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങളും ഉണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ജോർജ് കുട്ടിക്ക് മാത്രമേ കഴിയൂ. പറ്റുമെങ്കിൽ അവരെയും കൊണ്ട് അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. വക്കീൽ ഞാൻ വിളിച്ചിട്ട് വന്നതാണ്. ഡോക്ടർ രഞ്ജിനി മാഡം പറഞ്ഞു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ. സിനിമ നന്നായി പോകുന്നല്ലേ? ആ, നന്നായിട്ട് പോകുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വക്കീലിന് എന്താ? നോ, ഐ എം ഗുഡ്. ഞാൻ കഴിച്ചു. ടെക്നിക്കലി അവസാനിച്ചിട്ടില്ല. അതിലൊന്നായിട്ട് ഇത് മാറും. അപ്പോ പോലീസ് ഇനി ഇത് അന്വേഷിക്കില്ല? അവർ അന്വേഷിക്കാൻ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ അവർക്ക് വേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ആർക്കാ ഇതിന്റെ പിന്നാലെ നടക്കാൻ താല്പര്യം? ഗീതാ പ്രഭാകർ സി, പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ പോലീസിന് ഇനി കേസിൽ സംഭവം കഴിഞ്ഞ 6 വർഷത്തോളം ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീണ്ടും വന്നത്. നമ്മുടെ കേസ് കോഷ് ചെയ്തല്ലേ? അച്ഛനത് എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പോലീസ് ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളെ കണക്ട് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കണ്ടുപിടിച്ചതിന് ബലം കൂടി ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഇനി ബോർഡർ റിമൈൻസ് കിട്ടാത്തിടത്തോളം കാലം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അത് എന്നെ ഉപയോഗിച്ചേനെ. ഇത് തെളിവില്ല. ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്കെല്ലാവർക്കും എതിരെ ഇപ്പോൾ ഒരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. ഫുഡ് കഴിച്ചിട്ട് പോകായിരുന്നു. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഞാൻ വക്കീൽ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. വരികയല്ലേ, അവരുടെ ചിന്തകളും മാറി തുടങ്ങി. അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്യുന്ന കാര്യം ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാം കഴിഞ്ഞു. കൽപ്പറ്റയില അവള് ട്രാൻസ്ഫർ ആയിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തോളായി. സാർ, നമ്മൾ കേസിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. അത് ശരിയാവത്തില്ല. എന്നാ വൈഫിനോടൊന്ന് സംസാരിച്ച ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ കാര്യത്തില് സാറിന്റെ ഭാര്യക്ക് നല്ല കുറ്റബോധം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ഓ, അത് എന്താ സാർ കാരണം? എന്തായാലും വരും കേസുമായിട്ട് അതിനൊരു ബന്ധമില്ല. കോപ്പറേറ്റ് ചെയ്താൽ മതി. സാറ് പറയുന്ന ഒരു കാര്യവും റെക്കോർഡിൽ വരില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻ സാറിൻ്റെ വേണം. അത് നമുക്ക് സംസാരിക്കാം. ഈ ബീമിന്റെ താഴെ തടിയിലെ കണ്ണാടിയൊക്കെ വെച്ചൊരു ബോർഡർ. എത്ര ഉരച്ചാലും പൊന്നാവില്ല. ഈ പഴയ വീടെ കിടന്ന് പണിയാതെ പുതിയതൊന്ന് പണിയാൻ ഞാൻ എന്ത് മോളെ? അമ്മ, നമ്മുടെ സിനിമ യൂട്യൂബില്. ഇതായിരുന്നോ ജോർജുട്ടി? ഞാൻ ദുബായിലാ. നാളെ ഇരിക്കാനാ പ്ലാൻ. നമുക്ക് ഒരുമിച്ച് പോയിട്ട് DGP കാണാം. അതിനുവേണ്ടി ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ഇതൊന്ന് പോലീസ് അന്വേഷിച്ചില്ലേ? ഈ മൊബൈൽ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. പോയത് അവിടെ പൊന്തമ്പുഴ ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു 2 മണിക്കൂറോളം അയാളുണ്ടായിരിക്കും. അയാൾ അതിട്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആവാം. ചിലപ്പോ പോലീസിനെ കബളിപ്പിക്കാനുള്ള ഡൈവേർഷനും ആവാം. സാറും അയാളുടെ ഒരു ഫാനാണ്. സി, നിങ്ങളുടെ ചീഫ് എഡിറ്റർ നിങ്ങൾക്ക് പോലീസുകാരുടെ അനാസ്ഥ, കഴിവുകേട് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രായോഗിക പേർക്ക് ഒരു പോലീസ്. ദിനംപ്രതി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഞങ്ങൾക്കും പരിമിതികളുണ്ട്. ചുമ്മാ ഗീതാ പ്രഭാകരും ഈ കേസിൽ നിന്ന് പിന്മാറി എന്നുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ സർ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.
ഈ വരുണിന്റെ ശേഷക്രിയ ചെയ്യാനുള്ള ബോഡി റിമെയിൻസ് അത് അവർക്ക് എങ്ങനെ കിട്ടി? बहुत अच्छा लगा ये लड़की कुछ जरूर करेगी നിനക്കെന്താ DGP കാണാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അതിനൊന്ന് സൺഡേ അല്ലേ? ഇന്ന് അവിടെ തങ്ങും, നാളെ ഹരികുമാർ സാർ വരും. അച്ഛാ ഞാൻ പറഞ്ഞ കാര്യം അച്ഛാക്കി എന്ത്? യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നു. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സാറേ എവിടേക്കുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഒന്ന് ട്രിവാൻഡ്രം വരെ പോവാം. ആ സാറേ നല്ല 2 കേസ് ഒത്തു വന്നിട്ടുണ്ട്. ഇല്ല, വിദേശത്തുള്ള കേസൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ അവര് നല്ല പാർട്ടിയാ. ആ പല ആ ഓ പോയിട്ട് വരാം. എൻ്റെ പേര് ജോർജ് കുട്ടി. DGP സാർ സുരേഷ് ബാബു സാർ. സാറിതൊന്നും വിളിക്കണ്ട, ഞാൻ ഇപ്പൊ സർവീസിലില്ല. ഞാൻ DGP സാറിനെ ഒന്ന് കാണാൻ വന്നത്. നടൻ ഹരികുമാറും വരുന്നുണ്ട്. ഞങ്ങളുടെ സിനിമയുടെ ഒരു വ്യാജന ഇറക്കി. कोई फिल्म സാർ ഇറങ്ങിയിട്ട് എത്ര നാളായി? അധികമായിട്ടില്ല, ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. ആ സാറിന് 2 കുട്ടികൾ. മോം എന്റെ VRSന്റെ 1-2 പേപ്പർ ശരിയാക്കാൻ വേണ്ടി വന്നു. ജോർജ് കുട്ടി പടം കാണാൻ പറ്റിയില്ല കേട്ടോ. ഏയ് കേസൊക്കെ ഒതുങ്ങിയില്ലേ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ജോർജ് കുട്ടി കളിയാണെന്ന് ഞാൻ കരുതിയത്. पुलिस वाला ये? था पुलिस वाला रिटायर हो गया मैं अच्छा സെൽഫ് ഡിഫെൻസിങ് ആയിരുന്നില്ലേ? फिर से पुलिस वाला നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല? നിങ്ങളുടെ ഭയം ഒന്ന് ചിന്തിച്ചാൽ ശരിയാ, നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ നല്ലൊരു ശതമാനം ആളുകളും മാനസികവും अच्छा वही एक्टर आ गया अच्छा ആ जैसे ജോർജ് मैंने ഹീറോ आपकी എത്തിയല്ലോ, സന്തോഷം. ഫോട്ടോ എടുക്കണോ? അയ്യോ നമ്മുടെ ആ പ്രായമൊക്കെ കഴിഞ്ഞില്ല. പിന്നെ ജോർജ് കുട്ടി തീർച്ചയായും എന്തെങ്കിലും ചാൻസ് ഞാൻ നോക്കാം സാർ. സാർ ഓക്കെ. ജോർജ് കുട്ടി നേരത്തെ വന്നായിരുന്നു. DGP ഒരു മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. ആ ഇപ്പോൾ വിളിക്കും. സർ മീറ്റിംഗ് കഴിഞ്ഞു, അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ആണോ? എന്നാ വാ. സാർ चले अंदर എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ये देखते रहता है സാറെ പോന്നു. ബേസിക്കലി കൃഷിക്കാരാണ്. പയ്യൻ പഠിച്ചത് വെല്ലൂരാണ്, ഇപ്പൊ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. നല്ല കേസല്ലേ? നല്ല കേസൊക്കെയാണ്, പക്ഷെ അപ്പന്റെ അടുത്ത സുഹൃത്താണ് തൃശ്ശൂർ സോണൽ ഏജന്റ്. കൺഗ്രാജുലേഷൻസ്. ചെലവുണ്ട്. ഓ കൺഗ്രാറ്റ്, താങ്ക് യു സോ മച്ച്. ഒരു തുടക്കക്കാരനായ എന്നെ പരിഗണിച്ചില്ലേ, അതെന്നെ വലിയ കാര്യം ചേട്ടാ. വാ. किसका बेटा है वो? नहीं नहीं ചായ. പിന്നെ എൻ്റെ രണ്ടാമത്തെ സിനിമ കൺഫേംഡ് ആയിട്ടുണ്ട്. ഓ അടിപൊളി. ആരാ ഹീറോ? ഹീറോ എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. ഇവിടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ജോർജ് കുട്ടി ചേട്ടന് താല്പര്യം എന്തെങ്കിലും ഒരു വേഷം ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ചേട്ടാ ഞാൻ അറിയട്ടെ, കുറച്ച് തിരക്കുണ്ട്. അതെന്ത് ചോദ്യം ചേട്ടാ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. മോനോട് ഡയറക്ടർ അനീഷ് രാജിനെ ഒന്ന് വിളിക്കാം. ഞാൻ ആരും പരിചയമില്ല. अपने बेटे को लगा सकते फिल्म इंडस्ट्री में ദയവായിട്ട് ജോർജ് കുട്ടി എന്നെ മുന്നിലെത്തിച്ചത്. ഗുഡ് നൈറ്റ്. പിള്ളേർ ഉറങ്ങിയോ? പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്. എന്നിട്ടെന്തിനാ പോലീസുകാരൻ? ഇവൻ ബന്ധമുള്ള ആരെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മോളുടെ കല്യാണം നടക്കാനായി 9 നൊവേന കൂടാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അഞ്ജുവിന് വിദേശത്തുനിന്ന് ആലോചന നോക്കണ്ടെന്ന തീരുമാനം ശരിയല്ല എന്ന്. എന്റെ മകൾ രക്ഷപ്പെട്ടു പോട്ടെ എന്റെ ജോർജ്. നഷ്ടനാടോ? നിനക്കൊന്നുമല്ല ഈ നാട് നഷ്ട. അവളുടെ എത്ര ആലോചനകളാണ് ഞങ്ങളാണ് അതിന് കാരണം. പിന്നെ നാട്ടുകാർ പറയുന്നത് അത് മനുഷ്യ സഹജമായ കാര്യമാണ്. അത് നമ്മൾ ഏത് നാട്ടിലായാലും ഇങ്ങനെ. എന്തിനും ഏതിനും അവളിപ്പോ ജോർജ് കുട്ടിയെ ആശ്രയിക്കുക. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അവളെ അവളുടെ വഴിക്ക് വിട്ടൂടെ? ഇപ്പൊ തന്നെ അനുവിന് പുറത്തു പോയി പഠിക്കണമെന്നുണ്ട്. അതിനെ പക്ഷെ ചെറുതിനെ അവക്ക് ഇച്ചിരി പിടപ്പ് കൂടില്ല, കുറച്ചുകൂടെ പക്വത ചേർത്ത്. എന്തിനും ഏതിനും ജോർജ് കുട്ടിക്കും.
ये कौन आ गया? कौन? എന്താ? ജോർജ് കുട്ടി സാറിനെ ഒന്ന് കാണാൻ. എഴുന്നേറ്റിട്ടില്ല. ഇപ്പൊ വിളിക്കാൻ പറ്റും. पता नहीं कौन है.